ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിനകത്ത് ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ജയറാമിനെ നേരത്തെ ചോദ്യം ചെയ്തു. ആ സന്ദർഭത്തിൽ ജയറാം പറഞ്ഞത് തൻ്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം കൊണ്ടുവന്നൊരു പൂജ നടത്തി എന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ 2 പൂജയിൽ ജയറാം പങ്കെടുത്തതായിട്ടാണ് കാണുന്നത്. ഒന്ന്, ദ്വാരപാലക ശില്പത്തിൻ്റെ പൂജ ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയത് ശരിയാണ്. അതേസമയത്ത് കട്ടടപ്പാളി കൊച്ചുള്ള പൂജ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ്. ജയറാം അവിടെ പോയി. ആദ്യം അതാണ് നടന്നത്. അതുകൊണ്ട് ജയറാം സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി ആ പൂജയിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായത്. അത് കട്ടിലപ്പാളികളെ കാര്യത്തിലാണ് ആ പൂജ നടന്നതെന്നുള്ളത് ഇപ്പോൾ ഏതായാലും അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. അതേസമയത്ത് ദ്വാരപാലക ശില്പം വെച്ചിട്ടാണ് ജയറാമിൻ്റെ വീട്ടിൽ പൂജ നടത്തിയത്. കാരണം കട്ടിലപ്പാടിക്കാട്ടിലും കൂടുതൽ ദൈവികത ദ്വാരപാല ശില്പത്തിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് ജയറാമിൻ്റെ മൊഴി കോൺട്രഡിക്ഷനായി അത് കള്ളം പറഞ്ഞു എന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് കള്ളം പറഞ്ഞത്? അതിന് ജയറാം വിശദീകരണം നൽകേണ്ടി വരും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ദ്വാരപാലക ശില്പം ജയറാമിൻ്റെ കയ്യിലോ അവിടുന്ന് എങ്ങോട്ട് പോയി, ജയറാമിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യേണ്ടി വരും. കാരണം അത് വാല്യൂബിളാണ്. അതിനുള്ള പണം കൊടുക്കാനുള്ള കപ്പാസിറ്റി ജയറാമിനുണ്ട്. അത് ദൈവികതയുള്ളതാണ് എന്ന് ജയറാം വിശ്വസിക്കുന്നു. അത് കിട്ടിയാൽ നല്ലതാണ് എന്ന് തീർച്ചയായിട്ടും ഒരു ശബരിമല ഭക്തൻ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കും. അതുകൊണ്ട് ജയറാമിൻ്റെ ആ വീട്ടിൽ നിന്ന് ദ്വാരപാലക ശില്പം എങ്ങോട്ട് പോയി എന്നാണ് SIT കണ്ടെത്തേണ്ടത്. അത് ജയറാമിൻ്റെ കയ്യിൽ തന്നെ കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് വിദേശത്തോട്ടോ മറ്റാർക്കെങ്കിലും വിറ്റിട്ടുണ്ടാകും. അത് തൻ്റെ സുഹൃത്ത് സഹനടന്മാർ ഹൈദരാബാദിലോ കർണാടകയിലോ തമിഴ്നാട്ടിലുള്ളവർക്ക് കൊടുത്തിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് SIT അവിടെ തന്നെ പ്രോബ് ചെയ്യണം. അവിടെയാണ് പിടിക്കേണ്ടത്. അത് എങ്ങോട്ട് പോയി, ജയറാമിൻ്റെ വീട്ടിൽ നിന്ന് ദ്വാരപാലക ശില്പം എങ്ങോട്ട് പോയി. അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അവിടെയും അവർ ഒരുക്കിയെന്നൊക്കെ കഥ പറഞ്ഞെങ്കിലും അത് അവിടെ നിന്ന് ഒറിജിനൽ സാധനം എങ്ങോട്ട് പോയി എന്ന് സ്മാർട്ട് ക്രിയേഷനിലുള്ളവർ പറഞ്ഞേ പറ്റുള്ളൂ. ആ വിവരം ജയറാമിനും അറിയാം. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് സാധനം SIT മഹസറെഴുതി അത് 3-ാം സ്ഥാനം അവിടുത്തെ പുതിയ പൂജാരിക്കോ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ജയകുമാറിനെയോ പ്രസിഡന്റ് ജയകുമാറിനെയോ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ പാളികൾ മോഷ്ടിച്ചത് അതിൻ്റെ അന്വേഷണം പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ജയറാമിനെ അങ്ങനെയെങ്കിൽ കള്ളം പറഞ്ഞുകൊണ്ടും അത് ആ സാധനം വിദേശത്ത് കടത്താനോ തൻ്റെ കൂടെയുള്ള ആക്ടേഴ്സിന് വിൽക്കാനോ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയറാമിനെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. അതുകൊണ്ട് ഇനിയുള്ള അന്വേഷണം ഏത് വിധത്തിൽ പോയാലും ശരി, പ്രതികൾ ഓരോന്ന് ജാമ്യത്തിൽ പോകും. അതിന് യാതൊരു സംശയമില്ല. എല്ലാ പ്രതികളും ജാമ്യത്തിൽ പോകട്ടെ. അതൊന്നും വറി ചെയ്യേണ്ട ഇനി. കാരണം കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നീങ്ങിയില്ല എന്ന് പൊതുജനങ്ങൾക്ക് തോന്നുന്നുണ്ട്. SITക്കും അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ജാമ്യത്തിൽ പോകാൻ അവരുടെ റൈറ്റാണ്. ജാമ്യത്തിൽ പോട്ടെ. 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല. 90 ദിവസം കഴിഞ്ഞ ശേഷം അന്വേഷണം പൂർത്തിയാക്കുക. എത്രയും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുക. ഡിഫക്റ്റീവായ ഒരു ചാർജ് ഷീറ്റ് വരരുത്. അതിൻ്റെ നിയമപരിധി അത് നോക്കണം. വിജിലൻസ് ആംഗിൾ തന്നെയാണോ അത് ക്രൈമാണോ, ഇതിനകത്ത് ഈ ക്രൈം IPC ഒഫൻസ് ആണോ ഇതിനകത്ത് നടന്നെന്നുള്ള കാര്യം കൃത്യമായി ഒന്നുകൂടെ വിചിന്തനം ചെയ്യണം. ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ചിട്ട് വേണം കൊടുക്കാൻ. അതോടൊപ്പം തന്നെ 10-24 കേസുകൾ തുടർച്ചയായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. 1998 മുതൽ 2025 വരെ 10-26 കേസുകൾ ഏറ്റവും കുറഞ്ഞത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് അതിനെ അമാന്തിക്കരുത്. പെട്ടെന്ന് എത്ര കേസ് എടുക്കണമെന്ന് വിചാരിച്ചാൽ അത്രയും കേസുകൾ എടുക്കുക. അതിനകത്ത് പ്രതികൾ ആരൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവരെ പ്രതികരിച്ച് അവരെ അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്തവരാണെങ്കിൽ അവരെ പുതിയ കേസിനകത്തും പ്രതി ചേർത്തുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുക. അവർ കോടതിയിൽ വന്ന് ജാമ്യത്തിൽ പോകുന്നെങ്കിൽ പോകട്ടെ. അതൊന്നും ഇതിനെപ്പറ്റി വറി ചെയ്യേണ്ട. കാരണം 90 ദിവസം വരെ കൂടുതൽ ഒരു പ്രതിയെ നമുക്ക് ഈ റിമാൻഡിൽ ഇടാൻ കഴിയില്ല. അത് 60 ദിവസം കഴിഞ്ഞാൽ മിക്കവാറും ഇനിയുള്ള ഒഫൻസിനൊക്കെ ജാമ്യം കൊടുക്കും. 10 വർഷത്തിൽ കൂടുതലോ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ ഉള്ളവർക്കാണ് 90 ദിവസം വരെ റിമാൻഡിൽ കിടന്നത്. പല സാങ്കേതിക കാരണം കൊണ്ട് കോടതി 90 ദിവസം വരെ റിമാൻഡിൽ പ്രതികളെ സൂക്ഷിച്ചു എന്നുള്ളതാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഉള്ള കാര്യത്തിൽ 60 ദിവസം കഴിഞ്ഞാൽ പ്രതികൾ ജാമ്യത്തിൽ പോകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇനിയുള്ള അറസ്റ്റുകളൊക്കെ 60 ദിവസത്തിനകം ഒന്നെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർ ജാമ്യത്തിൽ പോകുന്നതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ റൈറ്റാണ്. അങ്ങനെ ജാമ്യത്തിൽ പോകുന്നവർ പോട്ടെ, 60 ദിവസം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ അവരുടെ ജുഡീഷ്യൽ കസ്റ്റഡി കിടക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ തീർക്കുക എന്നുള്ളതാണ്. കുറ്റച്ചാർജ് കൊടുക്കാൻ അല്പം താമസിച്ചാലും അത് പിന്നെ രണ്ടാമത് കൊടുത്താലും മതിയാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് SIT വളരെ സൂക്ഷ്മതയോടെ ഇനി മുന്നോട്ട് നീങ്ങണം. തൊണ്ടി സാധനങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴത്തെ ദ്വാരപാല ശില്പത്തിൻ്റെ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടം വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടിലപ്പാടികളെ അത് സ്മാർട്ട് ക്രിയേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് എങ്ങോട്ട് പോയി ഒറിജിനൽ സാധനം മടങ്ങി വന്നത് എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഉറപ്പായി.